ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ റെക്റ്റാങ്കിൾ എന്നുള്ളൊരു ഓപ്ഷൻ്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് റെക്റ്റാങ്കിൾ തന്നെ ഉള്ള ഒന്ന് രണ്ട് ഓപ്ഷൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് ഓപ്ഷൻസിനെ പറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞായിരുന്നു റെക്റ്റാങ്കിൾ എന്നുള്ളത് വരയ്ക്കണമെങ്കിൽ കമാൻഡ് എന്ന് പറയുന്ന REC ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആദ്യം ഫസ്റ്റ് കോർണർ എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് ഇപ്പം ഞാൻ നേരത്തെ ഒരു ഓപ്ഷൻ ഇവിടെ എടുത്തിട്ടേക്കുന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കണ്ടന്റിലോട്ട് വന്നത്. ഓക്കെ, അപ്പം ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം. REC ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. എന്നിട്ട് ഫസ്റ്റ് കോർണർ എന്നുള്ള കൊടുത്തു. ഇവിടെ ഡയമെൻഷൻ എന്നുള്ള എടുത്തിട്ട് ലെങ്ത് എത്രയാണോ വേണം, ഞാൻ ഇപ്പോൾ 100 എന്ന് ലെങ്ത് കൊടുത്തു, വിഡ്ത്തും 100 എന്ന് കൊടുത്തു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏത് ഡയറക്ഷനിലോട്ടാണോ വേണ്ട ആ ഡയറക്ഷൻ കാണിച്ചു കൊടുത്ത് ഇവിടെ റെക്ടാങ്കിൾ സ്ക്വയർ എന്താണെന്ന് വെച്ചാൽ വരയ്ക്കും. ഇപ്പം ലെങ്തും വിഡ്ത്തും സെയിം വാല്യൂ ആണെങ്കിൽ സ്ക്വയർ എന്നുള്ള ഫിഗർ കിട്ടും. അതല്ല രണ്ടും രണ്ടായിട്ടാണെങ്കിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ REC ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതാണ് ഇവിടെ തന്നെ താഴെ ഒന്നിൽ ഫസ്റ്റ് കോർണർ കാണിച്ചു കൊടുത്ത് നമുക്ക് നോർമലായിട്ട് വരച്ചു പോകാം. അല്ലെങ്കിലുള്ള കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് ചാംഫർ എന്ന് പറയുന്നത്, CHAMFER, ചാംഫർ. അപ്പോൾ ഈ ചാംഫർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതാണ് ഇതുപോലുള്ള എന്തെങ്കിലും ഫിഗർ റെക്ടാങ്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ എന്താണോ ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് ഇതായിട്ട് നമുക്ക് കിട്ടണമെങ്കിലാണ് ഈ പറഞ്ഞ ചാംഫർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദാണ്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആണ്ട് ഇങ്ങനെ ഇവിടെ കിട്ടിയേക്കുന്നതാണ്ട് ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത് ഉണ്ട്. ഈ സ്ക്വയറിൻ്റെ എഡ്ജിൽ നിന്ന് എത്ര മാറി വരണം എന്നുള്ളതാണ് ആ ലെങ്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെ ഇപ്പോൾ ചാംഫർ വരയ്ക്കുകയാണെങ്കിൽ ആ ലെങ്തിന് നമ്മൾ ചാംഫർ ലെങ്ത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ടിടത്തും സെയിം ലെങ്ത് ആണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് കൊടുത്തേക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ളൊരു ഫിഗർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതാണ്ട് ഈ ഫിഗർ തന്നെ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ REC ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. എന്നിട്ട് ആദ്യം തന്നെ ചാംഫർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം ചോദിക്കും സ്പെസിഫൈ ഫസ്റ്റ് ചാംഫർ ലെങ്ത്. അപ്പോൾ എനിക്ക് അവിടെ ഫസ്റ്റ് ലെങ്ത് 10 ആണ് വേണ്ടത്. സെക്കൻഡ് ലെങ്ത് അടുത്തത് അവർ ചോദിക്കുന്നത് സെക്കൻഡ് ലെങ്ത് എന്നുള്ള, അവിടെ ഞാൻ 10 എന്ന് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ നോർമലായിട്ട് നമ്മുടെ ഫസ്റ്റ് കോർണർ എന്നുള്ള കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടെ ഡയമെൻഷൻ എന്നുള്ള എടുത്തിട്ട് ലെങ്ത് ഈ സെയിം ലെങ്ത് 100, വിഡ്ത്ത് 100 എൻ്റർ അടിച്ചു. എന്നിട്ട് ഞാൻ വരയ്ക്കുവാണെങ്കിൽ ദാണ്ട് ഈ രീതിയിൽ. ഇനി ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദാണ്ട് ഇതുപോലെ തന്നെ ഫിഗർ കിട്ടും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ പോയിന്റും ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 10 എന്നുള്ളതായിരിക്കും. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് റെക്ടാങ്കിളിൻ്റെ സൈഡ് കട്ട് ചെയ്ത രീതിയിൽ ഫിഗർ വരയ്ക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് തന്നെ ഇപ്പോൾ REC ടൈപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ റെക്ടാങ്കിൾ എടുത്ത് എപ്പോൾ വരച്ചാൽ ഈ ഡിഫോൾട്ട് വാല്യൂയിലായിരിക്കും വരുന്നത്. ഇത് കളയണമെങ്കിൽ എപ്പോഴും ഓർത്തോണം, നമുക്ക് ചാംഫർ വേണ്ടെങ്കിൽ ആദ്യം ചാംഫർ എന്നുള്ള എടുത്തിട്ട് തിരിച്ച് ചാംഫർ ലെങ്ത് എന്നുള്ളത് 0 ആക്കി വരച്ചാൽ പഴയ പോലെ നോർമൽ റെക്ടാങ്കിൾ വരയ്ക്കും. ഇനി ഞാൻ വീണ്ടും റെക്ടാങ്കിൾ എടുത്തു, ചാംഫർ ലെങ്ത് ഫസ്റ്റ് ലെങ്ത് എന്നുള്ളത് 10 എന്നും സെക്കൻഡ് ലെങ്ത് ഒരു 20യും കൊടുത്തെന്ന് വെച്ചോ. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് കോർണർ കൊടുത്തു. എന്നിട്ട് ഇവിടെ ഡയമെൻഷൻ എടുത്ത് ലെങ്ത് 100, വിഡ്ത്ത് 50 ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് വേണ്ടി ഇതുപോലൊരു ഫിഗർ ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും ഓർത്തോണം, ഇതാണ്ട് ഇപ്പം നമ്മളവിടെ ഫസ്റ്റ് ലെങ്ത് എന്നുള്ളിടത്തൊരു 20യും സെക്കൻഡ് ലെങ്ത് രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കൊടുത്തത്. അതുകൊണ്ടാണ് ദാണ്ട് ഇങ്ങനെ ചരിഞ്ഞൊക്കെ വന്നേക്കുന്നത്. സെയിം വാല്യൂ കൊടുത്താലേ ഈ രീതിയിൽ നമുക്ക് ഒരേപോലെ കിട്ടത്തുള്ളൂ. ഇപ്പം നാട് ഇവിടെ മെഷർ ചെയ്ത് കൊടുത്തേക്കുവാണ്, ഇവിടെയാണ് ആ 20 എന്നുള്ളത് വന്നേക്കുന്നത്. അതുപോലെ ഈ സൈഡിൽ ഈ പറഞ്ഞ 10 എന്നുള്ള വാല്യൂ കിട്ടും. ഇതുപോലെ തന്നെ 4 സൈഡിലും നമ്മൾ ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 20, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10. ഇതുപോലെ 4 സൈഡിലും ഈക്വൽ ആയിട്ടായിരിക്കും വന്നേക്കുന്നത്. ആ എൻഡിൽ നിന്ന് എത്ര മാറി വരണമെന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ ചാംഫർ ലെങ്ത് എന്നുള്ള വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇപ്പം രണ്ടും സെയിം വാല്യൂ മതിയെങ്കിൽ ആ രണ്ട് ലെങ്തും സെയിം. ഇപ്പം 10 ആണെങ്കിൽ 10 എന്ന് കൊടുക്കാം, 20 ആണെങ്കിൽ 20 എന്ന് കൊടുക്കാം. പിന്നെ നമ്മളെപ്പോഴും ഓർത്തോണം, ഇനിയിപ്പോൾ എപ്പോൾ റെക്ടാങ്കിൾ വരച്ചാൽ ഈ ഒരു സെയിം വാല്യൂയിൽ റെക്ടാങ്കിൾ ക്രിയേറ്റ് ആകത്തുള്ളൂ. ഇതിനെ നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ REC ടൈപ്പ് ചെയ്യുക, ചാംഫർ എടുക്കുക, ഫസ്റ്റ് ലെങ്തും 0 ടൈപ്പ് ചെയ്യാൻ അടിക്കുക, സെക്കൻഡ് ലെങ്തും 0 എന്ന് കൊടുത്തിട്ട് വരയ്ക്കുവാണെങ്കിൽ പഴയ പോലെ തന്നെ നമുക്ക് ഈ ചാംഫർ ഇല്ലാത്ത നോർമലായിട്ടുള്ള റെക്ടാങ്കിളോ സ്ക്വയറോ എന്ത് വേണമെങ്കിലും വരച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ചാംഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണമെങ്കിൽ, കട്ട് ചെയ്തുള്ള ഫിഗർ വരയ്ക്കണമെങ്കിലാണ് നമ്മൾ ഈ ഒരു ചാംഫർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല കർവ്ഡ് ആയിട്ടുള്ള
സൈഡിലുള്ള റെക്ടാങ്കിളോ സ്ക്വയറോ വരയ്ക്കണമെങ്കിലാണ് അടുത്ത ഓപ്ഷൻ. അതായത് ആണ്ട് ഇവിടെ റെക്ടാങ്കിൾ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫില്ലറ്റ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, ഫില്ലറ്റ്. അപ്പോൾ ഈ ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കർവ്ഡ് ആയിട്ടുള്ള സൈഡിലുള്ള റെക്ടാങ്കിൾ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ റെക്ടാങ്കിൾ വരയ്ക്കുന്നതിന് മുമ്പ് ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഡിഫോൾട്ട് ആയിട്ട് എപ്പോഴും 0 എന്നുള്ള വാല്യൂ ആയിരിക്കും കിടക്കുന്നത്. അതുകൊണ്ടാണ് ദാണ്ട് ഇവിടെ നമുക്ക് കറക്റ്റ് 90 ഡിഗ്രികളിൽ റെക്ടാങ്കിൾ കിട്ടുന്നത്. എനിക്കിവിടെ ഫില്ലറ്റ് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ REC ടൈപ്പ് ചെയ്തു എൻ്റർ അടിച്ചു. ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ ഇവിടെ സ്പെസിഫൈ ഫില്ലറ്റ് റേഡിയസ്, അതായത് ദാണ്ട് ഇതൊരു കർവ് അല്ലേ, ആ കർവിൻ്റെ റേഡിയസ് എത്ര വേണമെന്ന് ഉപയോഗിക്കുന്നത്. എനിക്കിപ്പോൾ ഒരു 20 റേഡിയസ് ഉള്ളതാണ് വേണ്ടെങ്കിൽ 20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇനി നമ്മൾ പഴയ പോലെ തന്നെ ഫസ്റ്റ് കോൺട്രോൾ കൊടുത്തു, ഡയമെൻഷൻ എടുത്തു, ലെങ്ത് ഞാൻ 100, വിഡ്ത്തും 100 കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റെക്ടാങ്കിൾ നമുക്ക് വരച്ചെടുക്കാം. പക്ഷെ അവിടെ ഈ ഒരു കർവിൻ്റെ സൈഡ് നമ്മൾ കൊടുത്ത 20 എന്നുള്ള റേഡിയസ് ആയിരുന്നു. അപ്പോൾ റേഡിയസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ റേഡിയസ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് വേണ്ടി റേഡിയസ് 20 എന്നുള്ള രീതിയിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള സൈഡുള്ള റെക്ടാങ്കിളോ ഒക്കെ വരയ്ക്കണമെങ്കിലാണ് ഈ ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എപ്പോൾ എടുത്ത് വരച്ചാലും ഈ കർവ്ഡേ കിട്ടത്തുള്ളൂ. ഇത് കളയണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചാമ്പറിൻ്റെ കേസ് പറഞ്ഞതിൻ്റെ കൂട്ട് ഫില്ലറ്റ് എന്നുള്ള എടുക്കുക, 0 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇനിയും വരച്ച് നോക്കുവാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള റെക്ടാങ്കിളുകളെ വരച്ചെടുക്കാൻ പറ്റും. ഓക്കെ ആണോ? ഇതാണ് റെക്ടാങ്കിളിനകത്ത് ചാംഫർ, ഫില്ലറ്റ്, ഈ രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ ദെൻ, താങ്ക് യു.